ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ MS സൊല്യൂഷൻസ് ഉടമയും ഒന്നാം പ്രതിയുമായ ഷുഹൈബ് കീഴടങ്ങി. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ഷുഹൈബ് എത്തിയത്. മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയതോടെയാണ് കീഴടങ്ങൽ. തന്റെ സ്ഥാപനത്തിനെതിരെ ഗൂഢാലോചന നടക്കുന്നതായി ഷുഹൈബ് പറഞ്ഞു. ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലാകും അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടിയെന്ന് ക്രൈംബ്രാഞ്ച് SP പറഞ്ഞു. അതിനെക്കുറിച്ച് എനിക്കറിയുന്ന കാര്യമല്ല. എന്റെ സ്ഥാപനത്തിൽ സെപ്റ്റംബറിന് ശേഷം വന്നൊരു അധ്യാപകനാണ്. ആ അധ്യാപകൻ ആരോ ഒരാള് എന്റെ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചതാണ്. അതൊരു വൻകിട പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോം എന്താണെന്ന് എനിക്കറിയാം. എനിക്ക് എന്റെ അടുത്തുണ്ട് ഈ അധ്യാപകർ ആരാ പറഞ്ഞയച്ചെന്നുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട്. അതൊരു വേറൊരു പ്ലാറ്റ്ഫോമാണത്. എന്റെ MS സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അതെ, അത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. പേര് ഞാൻ പറയൂല. ആ സ്ഥാപനം ഒരു എന്റെ നാട്ടിലൊരു നേതാവിന് 5 ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ടുണ്ട്. ആ സ്ഥാപനം നോക്കട്ടെ, അയാൾ കീഴടങ്ങിയിട്ടുണ്ട്. അയാൾ സംസാരിക്കട്ടെ, അയാൾ വിശദമായി ചോദ്യം ചെയ്യട്ടെ. മൊഴിയെടുത്തതിന് ശേഷം കാര്യങ്ങൾ പറയാം. അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാവും. ചോദ്യം ചെയ്തതിനു ശേഷം പറയാം. ഷബീർ ഒമർ വിവരങ്ങൾ നൽകും. ഷബീർ, ഷുഹൈബിന്റെ ചോദ്യം ചെയ്യൽ എങ്ങനെ പുരോഗമിക്കുന്നു? ദിവ്യ, ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയാണ് ഈ ഫഹദ് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ഹാജരായത്. ഷുഹൈബ് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ഹാജരായത്. ഷുഹൈബിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഷുഹൈബിന്റെ വൈദ്യപരിശോധനയടക്കം പൂർത്തിയാക്കി ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് രേഖപ്പെടുത്താനാണ് സാധ്യത. കാരണം ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഷുഹൈബ് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ഹാജരായത്. ഷുഹൈബിനോട് കീഴടങ്ങാനും ഹാജരാകാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഷുഹൈബ് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ കീഴടങ്ങിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ അന്വേഷണം വിശദമായി തന്നെ നടക്കുകയാണ്. ഇതിനോടകം തന്നെ 3 പേരെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ഷുഹൈബിന്റെ MS സൊല്യൂഷൻസിലെ അധ്യാപകരായ 2 പേരുണ്ട്. ഒപ്പം തന്നെ മലപ്പുറത്ത് ഒരു എയ്ഡഡ് സ്കൂളിലെ പിയൂണും ഈ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തവരിൽ ഉൾപ്പെടുന്നുണ്ട്. എന്തായാലും ഷുഹൈബ് പുതിയൊരു വാദമാണ് ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഷുഹൈബിന്റെ MS സൊല്യൂഷൻസിലെ അധ്യാപകനായ ഫഹദിനെതിരെയാണ് ഗുരുതരമായ ആരോപണം ഇപ്പോൾ ഷുഹൈബ് ഉന്നയിക്കുന്നത്. അതായത് ഫഹദ് ഗൂഢാലോചനയുടെ ഭാഗമായാണ് തന്റെ സ്ഥാപനത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഫഹദ് അധ്യാപകനായി ജോലിയിൽ പ്രവേശിക്കുന്നത്. മറ്റൊരു പ്രമുഖ സ്ഥാപനത്തിന്റെ ഉടമയാണ് ഫഹദിനെ തന്റെ സ്ഥാപനത്തിൽ അധ്യാപകനായി വിടുന്നത്. തന്റെ സ്ഥാപനം തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയടക്കം ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായാണ് ഫഹദ് തന്റെ സ്ഥാപനത്തിൽ അധ്യാപകനായി എത്തിയതെന്നടക്കമുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഷുഹൈബ് ഉന്നയിക്കുന്നത്. നേരത്തെയും താൻ തെറ്റ് ചെയ്തിട്ടില്ല, തന്റെ സ്ഥാപനം തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച കേസടക്കം ഉണ്ടായതെന്നായിരുന്നു ഷുഹൈബിന്റെ വാദം. അതിന്റെ കൂടെയാണ് ഇപ്പോൾ ഫഹദിനെതിരെ കൂടി ഗുരുതരമായ ആരോപണം ഷുഹൈബ് ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഷുഹൈബ് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തന്റെ സ്ഥാപനം തകർക്കുന്നതിന്റെ ഭാഗമായി ഒരു പ്രാദേശിക നേതാവിന്, അതായത് താമരശ്ശേരിയിലുള്ള പ്രാദേശിക രാഷ്ട്രീയ നേതാവിന് 5 ലക്ഷം രൂപയും ഒരു പ്രമുഖ സ്ഥാപനം ഓഫർ ചെയ്തിരുന്നു, വാഗ്ദാനം ചെയ്തിരുന്നു എന്നതടക്കമുള്ള കാര്യമാണ് ഈ കീഴടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഷുഹൈബ് ഉന്നയിച്ചത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടടക്കം വിശദമായ അന്വേഷണം ക്രൈംബ്രാഞ്ച് സംഘം നടത്തുന്നുണ്ട്. എന്തായാലും ഈ ചോദ്യപേപ്പർ ചോരാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ് ചോർന്നത് എന്ന് ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് മലപ്പുറത്തെ എയ്ഡഡ് സ്കൂളിലെ പിയൂൺ MS സൊല്യൂഷൻസിലെ അധ്യാപകനായ ഫഹദിനെ ചോദ്യപേപ്പർ, ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ഫോട്ടോയെടുത്ത് മൊബൈലിൽ അയച്ചു. ആ ചോദ്യപേപ്പർ MS സൊല്യൂഷൻസിന്റെ യൂട്യൂബ് പേജിലൂടെ ഫഹദ് അവതരിപ്പിച്ചു എന്നുമാണ് കണ്ടെത്തൽ. ആ നിലയ്ക്ക് തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ ഷുഹൈബ് ഉന്നയിക്കുന്നത് പോലെ ഗൂഢാലോചന ഉണ്ടോ, മറ്റേതെങ്കിലും സ്ഥാപനത്തിന് പങ്കുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള വിരോധം വെച്ചിട്ടുള്ള നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിക്കും. ഇതോടൊപ്പം തന്നെയാണ് നേരത്തെ ഈ ഫഹദ്, ഒപ്പം തന്നെ മറ്റൊരു അധ്യാപകൻ, മറ്റ് എയ്ഡഡ് സ്കൂളിലെ പിയൂൺ എന്നതൊക്കെ 3 പേർ അറസ്റ്റിലായിരുന്നു. എന്നാൽ നേരത്തെ ഈ ഫഹദ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത് ഷുഹൈബിന്റെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തിച്ചത്, ഈ ചോദ്യപേപ്പർ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തത്, തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിവില്ല എന്ന മൊഴിയായിരുന്നു നൽകിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ഷുഹൈബിനോട് വിശദമായി ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തായാലും വിശദമായ ഒരു അന്വേഷണം ക്രൈംബ്രാഞ്ച് സംഘം ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട്. ഹൈക്കോടതി തന്നെ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകരുത്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന നിർദ്ദേശം കൂടി ഹൈക്കോടതി ഇന്ന് ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് മുന്നോട്ട് വെച്ചിരുന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഗൌരവതരമായ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ഭാഗത്ത് നടക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നടന്നുവരുന്നത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതോടുകൂടിയാണ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിലെ 1ാം പ്രതിയും MS സൊല്യൂഷൻ ഉടമയുമായ ഷുഹൈബ് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങിയത്. ഇനി ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള നടപടികൾ വേണോ എന്ന് ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിക്കുക. ഷബീർ ഉമറാണ് വിവരങ്ങൾ നൽകിയത്.